നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് പന്നൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം കണക്കാക്കപ്പെടുന്നു. ചതുര ശ്രീകോവിലിനകത്ത് ചതുർബാഹു രൂപത്തിൽ മുകളിലെ ഇടത് കൈയിൽ ശംഖും വലത് കൈയിൽ ചക്രവും മുന്നിലെ ഇടത് കൈയിൽ താമരയും വലത് കൈയിൽ ഗദയും ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ശ്രീ ബാലവരാഹസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി വാണരുളുന്നത്. അത്യപൂർവ പ്രതിഷ്ഠയായ ബാലവരാഹസ്വാമി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രം. പ്രധാന ശ്രീകോവിലിനകത്ത് വാണരുളുന്ന ബാലവരാഹസ്വാമിയെ കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു ശ്രീകോവിലിനകത്ത് ഗണപതിയെയും ഗണപതിയുടെ ഇടത് ഭാഗത്തായി ശാസ്താവിനെയും കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ഒരു ശ്രീകോവിലിനകത്ത് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ഭഗവതിയുടെ നേരഭിമുഖമായി, അതായത് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി ഒരു ശ്രീകോവിലിനകത്ത് ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ഭദ്രകാളിയുടെ ശ്രീകോവിലിന് വടക്ക് വശത്ത് ഒരു തറയിൽ നാഗരാജാവ്, നാഗയക്ഷി എന്നിവരെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ മറ്റൊരു തറയിൽ തെക്കോട്ട് ദർശനമായി ബ്രഹ്മരക്ഷസിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ശ്രീ വരാഹസ്വാമി ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടശക്തികളെ സംഹരിക്കുന്നതിനുമായി അവതാരമെടുത്ത ശക്തി ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരാഹമൂർത്തിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഈ വരാഹമൂർത്തി നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർവ്വദോഷങ്ങളും അകലുന്നതിനും ഭൂമി സംബന്ധമായ ക്രയവിക്രയ തടസ്സങ്ങൾ അകലുന്നതിനും നിങ്ങളുടെ പുതിയ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനും ഈ വരാഹമൂർത്തി ദർശനം അത്യുത്തമമാണ്. കൂടാതെ ഈ ബാലവരാഹസ്വാമിയുടെ തിരുനടയിൽ ചെറുപയർ പറ നിറച്ച് പ്രാർത്ഥിച്ചാൽ സന്താനലബ്ധി ഉണ്ടാകുമെന്നുള്ളതും വളരെ അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. മറ്റ് വരാഹസ്വാമി പ്രതിഷ്ഠകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കേരളത്തിലെ ഏക ബാലവരാഹസ്വാമി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം എങ്ങനെയാണ് ഈ പന്നൂരിൽ നിർമ്മിക്കപ്പെട്ടത്? ആ ചരിത്രകഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. കേരളത്തിലെ വരാഹമൂർത്തി ക്ഷേത്രങ്ങളിൽ ഏറെ പ്രശസ്തമാണ് മലപ്പുറം ജില്ലയിലെ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ശ്രീ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. ആ വരാഹമൂർത്തിക്ക് ഈ പന്നൂർ ബാലവരാഹസ്വാമി ക്ഷേത്രവുമായി ഏറെ ബന്ധമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിന് 146 ദേശങ്ങളിലും അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ക്ഷേത്രമായിരുന്നു പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ബ്രാഹ്മണരായ സമുദായ പ്രമാണിമാർ രാജാക്കന്മാരെ പോലെയായിരുന്നു. ജനങ്ങളെ ശിക്ഷിക്കാനുള്ള അധികാരവും അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ബ്രാഹ്മണർ ഭരണം തുടരവേ പെരുമാൾ രാജാക്കന്മാർ ആ ദേശം കീഴടക്കി ഭരണത്തിൽ വന്നു. ഒടുവിൽ പെരുമാൾ രാജാവിൻ്റെയും ചില പരദേശി ബ്രാഹ്മണരുടെയും സ്വാധീനത്താൽ പന്നിയൂർ വാസികളായ ചില ബ്രാഹ്മണർ AD 562 പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്നും വരാഹമൂർത്തിയുടെ വിഗ്രഹം നീക്കം ചെയ്തു. പകരം അവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തി. വരാഹമൂർത്തി വിഗ്രഹമാകട്ടെ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തെ കിണറിനകത്ത് കുഴിച്ചു മൂടി. അതോടുകൂടി പന്നിയൂർ ഗ്രാമത്തിൽ അനർത്ഥങ്ങൾ ആരംഭിച്ചു. രാജ്യത്ത് ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അതേ തുടർന്ന് പന്നിയൂർ ഗ്രാമവാസികൾ നാനാ ദിക്കുകളിലേക്കും പലായനം ചെയ്യപ്പെട്ടു. അതിൽ തെക്കോട്ട് യാത്ര ചെയ്ത ഒരു പറ്റം ബ്രാഹ്മണർ ഒടുവിൽ ഈ പന്നൂർ ഗ്രാമത്തിലെത്തി ഇവിടെ സ്ഥിരതാമസമാക്കി. അങ്ങനെ ആ ബ്രാഹ്മണർ
ഇവിടെ സ്ഥിരതാമസമാക്കിയ ശേഷം കുറച്ചു നാൾ കഴിഞ്ഞ് അവർ പന്നിയൂരിൽ ആരാധിച്ചിരുന്ന അതേ വരാഹമൂർത്തിയെ തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി വന്നു. വരാഹമൂർത്തിയുടെ ഇരിപ്പിടമായതുകൊണ്ട് ഈ പ്രദേശത്തിന് അവർ പന്നൂർ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ കാലക്രമേണ നിരവധി ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമായി ഈ പന്നൂർ മാറി. അങ്ങനെ പന്നൂർ വരാഹസ്വാമി ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി വളർന്നു. എന്നാൽ ചില നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ക്ഷേത്ര അധികാരത്തെ ചൊല്ലി ബ്രാഹ്മണ കുടുംബങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ചില ബ്രാഹ്മണർ ക്ഷേത്ര ചൈതന്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അവരുടെ കലഹം മൂലം പിന്നീട് ഈ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ മുടങ്ങുകയും ചെയ്തു. അതോടുകൂടി ഈ പന്നൂർ ദേശവും ജനങ്ങളും രോഗപീഠകളാൽ വലയുകയും ദേവകോപത്താൽ ഒരു രാത്രി ഈ ക്ഷേത്രവും നാടും കത്തി വെണ്ണീരാവുകയും ചെയ്തു. പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഈ ക്ഷേത്രവും പരിസരവും വനനിബിഡമായി തീർന്നു. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 1860 തിരുവിതാംകൂറിൽ കനത്ത ഭക്ഷ്യക്ഷാമം വന്നു. അന്നത്തെ മഹാരാജാവായ ആയില്യം തിരുനാൾ സാധിക്കുന്നിടത്തെല്ലാം കൃഷി ചെയ്ത് ആദായം എടുത്തുകൊള്ളുവാൻ ജനങ്ങളോട് കൽപ്പിച്ചു. അതുപ്രകാരം ഈ പ്രദേശമാകെ ജനങ്ങൾ കൃഷിഭൂമിയാക്കി മാറ്റി. 1865 തിരുവിതാംകൂർ പാട്ടപ്രഖ്യാപനത്തോടെ ഈ സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകി. അങ്ങനെ ഇവിടെ ഈ പന്നൂർ ദേശത്ത് എത്തിച്ചേർന്നവർ ക്ഷേത്ര അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരുകയും ക്ഷേത്രത്തിൻ്റെ ദുരവസ്ഥ കണ്ട് ക്ഷേത്രം പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യം മനസ്സിൽ ഉദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിരവധി പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഒടുവിൽ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തുകയും ചെയ്തു. അന്ന് ഈ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലം പെരുമ്പാവൂർ ഇരിങ്ങോൾ ദേശത്ത് നാഗഞ്ചേരി മനയുടെ അധീനതയിലായിരുന്നു. നാഗഞ്ചേരി മനയിലെ നീലകണ്ഠൻ തിരുമേനിയുമായി ക്ഷേത്രം നിർമ്മിച്ച് സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള വ്യവസ്ഥയിൽ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന സ്ഥലവും തിരുമേനി NSSന് ഇഷ്ടദാനമായി നൽകി. അങ്ങനെ 249 നമ്പർ കരിമണ്ണൂർ NSS കരയോഗത്തിന് ക്ഷേത്ര ഉടമസ്ഥാവകാശം ലഭിക്കുകയും 1965 ജനുവരി മാസത്തിൽ വരാഹമൂർത്തി വിഗ്രഹത്തിൻ്റെ നിർമ്മാണം സംബന്ധിച്ച് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം ദേവഹിതം അറിയുന്നതിന് ഒരു ദേവപ്രശ്നം ശ്രീ NG കർത്താവിൻ്റെ നേതൃത്വത്തിൽ നടത്തി. അങ്ങനെ 1/2/1965 തിങ്കളാഴ്ച ദിവസം ക്ഷേത്രത്തിൻ്റെ പൂജ നടത്തിയ ശേഷം ക്ഷേത്ര കിണർ തേകി വറ്റിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ക്ഷേത്ര കിണർ തേകി വറ്റിച്ചപ്പോൾ കിണറ്റിൽ നിന്നും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു വരാഹമൂർത്തിയുടെ പൊട്ടിയ ശിലാവിഗ്രഹം കണ്ടെടുത്തു. ആ വിഗ്രഹം കെട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷവും അതിലേറെ അത്ഭുതവും ഉണ്ടായി. അന്ന് മകരമാസത്തിലെ തിരുവോണം നാളായിരുന്നു. പിന്നീട് ആ വിഗ്രഹത്തിൻ്റെ രൂപമനുസരിച്ച് ബാലവരാഹ രൂപത്തിലുള്ള ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുതിയ വിഗ്രഹം നിർമ്മിച്ചു. കൊല്ലവർഷം 23/11/1140, അതായത് 7/7/1965 ബുധനാഴ്ച 9:11 ശേഷം 10:35 ചിങ്ങം രാശിയിൽ ആമല്ലൂർ രാമൻ രവി നമ്പൂതിരിയാൽ പുനർനിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ബാലവരാഹമൂർത്തി പ്രതിഷ്ഠ നടത്തി. അങ്ങനെയാണ് കേരളത്തിലെ ഏക ബാലവരാഹസ്വാമി ക്ഷേത്രം ഈ പന്നൂരിൽ നിലയുറപ്പിച്ചത്. ഇന്ന് ഈ നാടിനും നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബാലവരാഹസ്വാമിയെ ദർശനം ചെയ്യുന്നതിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ
ഈ പന്നൂർ ശ്രീവരാഹസ്വാമി ക്ഷേത്രത്തിൽ ദിനംതോറും ഭൂമി പൂജ അഥവാ മണ്ണുപൂജ നടത്തി വരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ നടത്തുന്ന ഈ ഭൂമി പൂജയിൽ പങ്കെടുക്കുന്നതിനായി ദിനംതോറും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഭൂമി പൂജയ്ക്ക് നേരത്തെ വന്നിട്ടുണ്ട്. എന്നോട് വേറൊരാൾ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഞാനൊരു 5-6 വർഷം മുമ്പ് വന്ന് ചെയ്തതാണ്. എനിക്കതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി നല്ല ഇതായി. ഇവിടെ തിരുമേനികളെല്ലാം ചെയ്ത് തന്നൊക്കെ അതിൽ ഞങ്ങൾക്ക് ഒത്തിരി ഗുണമുണ്ടായി. അതുകൊണ്ട് എനിക്കിപ്പം ആ വീട്ടിൽ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, ഭൂമിക്കും കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് പോകണമെന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് തിരുമേനിയോട് പറഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കെല്ലാം കൊണ്ട് നല്ലതായി. ആ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പൊൻകുന്നം അപ്പുറത്തു നിന്നാണ് വരുന്നത്. അപ്പം ആ ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ വർഷത്തിൽ അല്ലെങ്കിലും ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് തൊഴാറുണ്ട്. വീട്ടിലോരോ അസ്വസ്ഥതകൾ, കുട്ടികൾക്ക് സുഖമില്ലായ്മ, അങ്ങനെ ഓരോ സാമ്പത്തികമായിട്ടും അതായത് നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ നിൽക്കില്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമുക്ക് തിരുമേനിയെ കാണാം എന്നുള്ള ഒരു ഇത് വന്നത്. അങ്ങനെ തിരുമേനിയെ കണ്ട സമയത്താണ് നമ്മുടെ ഭൂമിയെ അല്ല നമ്മുടെ വീടിനെയോ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവരെ അത് ബാധിക്കുമല്ലോ. അങ്ങനെ സംബന്ധിച്ചാണ് നമ്മൾ തിരുമേനിയെ കാണാൻ കാരണം. അങ്ങനെ കണ്ടപ്പം ഭൂമി പൂജ ചെയ്യാൻ പറഞ്ഞതും അങ്ങനെ ആണ് ഇവിടെ വന്നത്, ഈ ഭൂമി പൂജയ്ക്കായിട്ട് വന്നത്. പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രം നമ്മുടെ ഈ നാടിൻ്റെ തന്നെ ഒരു നാഥനായിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ഈ ദേശവാസികൾക്ക് എന്ത് ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഭഗവാന്റെ അടുത്ത് വന്നു നിന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടത്തി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ അങ്ങനെയാണ്. നമ്മളിതിപ്പം ഭൂമി സംബന്ധമായ പൂജകളാണ് കൂടുതലായിട്ട് ഇവിടെ നടക്കുന്നതെങ്കിൽ പോലും നമുക്കിവിടെ ജോലി കാര്യങ്ങൾ, വിവാഹ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ഭഗവാന്റെ അടുത്തൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നടത്തി തന്നിട്ടുണ്ട് ഭഗവാൻ. ആദ്യകാലത്ത് ഈ ഇപ്പോൾ ഇത് തൊഴുത് മുടങ്ങാതെ പ്രാർത്ഥിച്ചവർക്കുണ്ടായ ഓരോരുത്തരുടെ അഭിവൃദ്ധി, പലരുടെയും അഭിവൃദ്ധി ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എനിക്കും അനുഭവമുണ്ട്. ഞാൻ ഇവിടുന്ന് സെക്രട്ടറി പദം ഒഴിയുമ്പോൾ ഞാൻ അത്യന്തം ഗുരുതരമായ ഒരു അസുഖത്തിൻ്റെ ഇതായിരുന്നു. ഞാനിവിടുന്ന് എൻ്റെ കിഡ്നി ലിവറും ഡാമേജായിപ്പോയി. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് 2-ാം മാസമാണ് ഞാൻ ഓപ്പറേഷന് പോകുന്നത്. അപ്പോൾ അന്ന് ഈ അവയവ ശസ്ത്രക്രിയ ഇതുപോലെ വന്നിട്ടില്ല. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യുക, എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 2 വർഷത്തിനകം കിട്ടും, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡോണറെ കണ്ടുപിടിക്കണം, അതിന് പൈസയൊക്കെ കൊടുത്ത് വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രജിസ്റ്റർ ചെയ്ത ഏതായാലും ഈ ശരിക്കും ഞാൻ വരാഹസ്വാമിയുടെ ഈ പന്നൂർ വരാഹസ്വാമിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് 7-ാം ദിവസം ഈ കിഡ്നി ലിവറും മാറ്റി വയ്ക്കാൻ ഒരാളിനെ കിട്ടി. ഞാൻ മാറ്റിവെച്ചു. ഇപ്പോൾ 11 വർഷമായി. അപ്പോൾ അത് എല്ലാം എൻ്റെ ശരിക്കും വന്നാൽ ആ ഒരു സമയത്ത് വരാഹമൂർത്തി സ്വാമി, നമ്മളെ വരാഹസ്വാമി വന്ന് നമ്മുടെ അടുത്ത് വന്ന് നടത്തി തന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ട്. ഈ ഓപ്പറേഷനാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുപോലെ ഒരു ദിവസം ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്കാണ് 12 മണിക്കാണ് ഇത് ഈ ഓപ്പറേഷൻ വേണം എന്ന അറിയിപ്പ് കിട്ടി. അപ്പോൾ 5 മണിക്ക് അവിടെ ചെല്ലണം. അപ്പോൾ 19 ലക്ഷം രൂപ അന്ന് തന്നെ അടയ്ക്കണം. അപ്പോൾ എൻ്റെ കയ്യിലാകെ ആ സമയത്ത് ബാങ്കിൽ ഒരു 8 ലക്ഷം രൂപയുണ്ട്, അതേ ഉള്ളൂ. ഞാൻ ബാങ്കിൽ വന്നപ്പോൾ ബാങ്കിൻ്റെ സമയം കഴിഞ്ഞു. അവർ ഏതായാലും അന്നേരം പൈസ എടുത്ത് തന്ന്, അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പൈസ എടുത്തു തന്നു. പക്ഷേ ഞാൻ അമൃതയിൽ ചെന്നെത്തിയപ്പോഴത്തേക്ക് 23 ലക്ഷം രൂപ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ശരിക്കും വരാഹസ്വാമിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് തന്നെയാണ് എനിക്ക് അന്നും ഇന്നും അനുഭവപ്പെട്ടത്. എല്ലാ ആൾക്കാർക്കും, അത് ജാതി മതഭേദമന്യേ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്, എല്ലാം വഴിപാടുകൾ കഴിക്കാറുണ്ട്. എല്ലാവർക്കും നമുക്ക് എന്താ ഓരോരുത്തർക്ക് ഇന്ന അനുഭവം എന്നൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഓരോ ആൾക്കാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൂര ദേശത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഭൂമി പൂജയ്ക്കൊക്കെ ആയിട്ടാണെങ്കിലും ഭൂമി പൂജയൊക്കെ ചെയ്യുന്നതിൽ ആൾക്കാർക്ക് അവർ വിചാരിക്കുന്ന, ഇപ്പോൾ വിൽക്കാനാണെങ്കിലും അത് വീട് പണിയാനാണെങ്കിലോ ദോഷം മാറാനാണെങ്കിലോ ഒക്കെ ദൂരത്തുനിന്ന് ഒരാൾ അറിഞ്ഞിട്ട് വേറെ പിന്നെ ആൾക്കാർ അവർ പറഞ്ഞിട്ടും വരുന്നുണ്ട്. അത്രയ്ക്ക് വിചാരിക്കുന്ന എന്ത് കാര്യമാണോ അത് ഭഗവാന്റെ അടുത്ത് വന്ന ഭഗവാനെ പക്ഷെ ആശ്രയിക്കണം കേട്ടോ. ഭഗവാനെ നമ്മൾ സർവാത്മന ഭഗവാനെ നമ്മൾ ആശ്രയിക്കണം. ആശ്രയിച്ചാൽ
ഒരിക്കലും കൈവിടില്ല. അതൊരു ഭഗവാനാണ്. നാട് ഒരുപാട് പുരോഗമിച്ചു. പഴയ പോലെയല്ല, കാട് കയറി കിടന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ആൾ താമസമില്ലാതെയും അങ്ങനെയൊക്കെ കാടായിരുന്നു. വഴിയൊന്നുമില്ല, റോഡില്ലായിരുന്നു, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. പുരോഗമനം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അമ്പലം വന്നേ പിന്നെ. എനിക്ക് 81 വയസ്സായി. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ നടക്കുമ്പോൾ ഇവിടെ കാട് പിടിച്ച് ഒരു ചെറിയ ഇതായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണ ഒരു അമ്പലമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ആളുകളെല്ലാം കൂടെ കൂടി ദേവസ്വം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തി ഇത്രയൊക്കെ ആക്കി. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ ദർശനത്തിന് വന്നിട്ടുണ്ട്. ഭൂമി പൂജയാണ് ഇവിടെ പ്രധാന വഴിപാട്. ഒത്തിരി അകലെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഞാൻ മാസത്തിൽ എല്ലാ ദിവസവും വരും, വന്ന് വഴിപാടൊക്കെ കഴിക്കും, തൊഴുത് പ്രാർത്ഥിക്കും. അതിൻ്റേതായ ഒത്തിരി അഭിവൃദ്ധി എനിക്കുണ്ടായിട്ടുണ്ട്. അവൻ മനസ്സിലാകിയിരിക്കുന്ന 90% കാര്യം സാധിക്കുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. എൻ്റെ അനുഭവം അങ്ങനെ തന്നെ. ആദ്യകാലത്തൊന്നും ഇവിടെ തൊഴാൻ പോലും വരാറില്ലായിരുന്നു, കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 10-15 വർഷം കൊണ്ട് വന്ന് തൊഴാറുണ്ട്. വളരെ സന്തോഷമാണ് വന്ന് തൊഴാൻ. ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് പുറത്തുനിന്നൊക്കെ. ഭൂമി പൂജയാണ് പ്രധാന പൂജ നടത്തുന്നത്, മണ്ണ് പൂജ. ഭൂമി വിൽപ്പനയ്ക്ക്, വീട് വയ്ക്കുന്നതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ആളുകൾ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. ഒത്തിരി ആളുകൾക്ക് അതിൻ്റെ നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. വീട് വയ്ക്കാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. എൻ്റെ മോളുടെ കല്യാണം ആയ സമയത്ത് ഞങ്ങൾക്ക് വീടില്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെയാണ് നാട്ടിലേക്ക് വന്ന് വീട് വെച്ചത്. ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണവും ഒരു വീട് വയ്യും രണ്ടും ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക വേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് രണ്ടും ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സാധിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അന്ന് വലിയ സാമ്പത്തികമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഈ വരാഹസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഓരോ ദിവസങ്ങളും ഞങ്ങൾക്ക് പടിപടിയായ ഉയർച്ചയും വന്നു. ഭൂമി വാങ്ങിക്കാൻ സാമ്പത്തികം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭൂമിയിൽ വീട് വെക്കണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഭൂമി പൂജയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അടുത്ത് തന്നെ വേറെ ഭൂമിയോടുകൂടി ഒരു കെട്ടിടവും കിട്ടി. അങ്ങനെ നല്ല സുഖ സൗകര്യങ്ങളോടെ കൂടി ഇപ്പം ഞങ്ങൾ താമസിക്കുന്നുണ്ട്. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും വന്ന് നമ്മളെ കാണുകയും പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഈ അമ്പലം കണ്ടിട്ടില്ലാത്തവരും ഭൂമി പൂജ, നെയ്വിളക്ക് ഒക്കെ വിളിച്ച് പറഞ്ഞ് ഞാനിവിടെ ദിവസവും എല്ലാ ദിവസവും കെടാവിളക്കായിട്ട് തിരുമനസിവിടെ നെയ്വിളക്ക് കത്തിക്കുന്നുണ്ട്. ഞാൻ എന്നും അമ്പലത്തിൽ തൊഴാൻ വരുന്നുണ്ട്. ഒരു ദിവസം അമ്പലത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ അന്ന് മുഴുവൻ ഒരു വിഷമം, ഇന്ന് പോയില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. ഇവിടെ ഭൂമി പൂജയൊക്കെ പ്രത്യേകമായിട്ട് ഒത്തിരി അകലെ നിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാര്യം നടത്തും. കേരളത്തിലെ ഏക ബാലവരാഹ പ്രതിഷ്ഠയുള്ള പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും തിരുവോണ നാളിൽ അതിഗംഭീരമായി തിരുവോണോട്ട് നടത്തി വരുന്നു. കൂടാതെ എല്ലാ വിശേഷ ദിവസങ്ങളും ഈ ക്ഷേത്രത്തിൽ വളരെ ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത്. ഓം ശ്രീ വരാഹമൂർത്തയെ നമഃ. ഈ ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ദിവസങ്ങൾ വ്യാഴവും ഞായറുമാണ്. കൂടാതെ എല്ലാ മാസവും തിരുവോണ നാളിൽ ഇവിടെ വിശേഷപ്പെട്ട പൂജകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഊട്ടുപുരയിൽ ഓരോ ഭക്തജനങ്ങൾ വഴിപാടായി കഴിക്കുന്ന തിരുവോണ ഊട്ട് നടത്താറുണ്ട്. എല്ലാ മാസവും മുടങ്ങാതെ കൃത്യമായിട്ട് അത് നടത്തുന്നുണ്ട്. കൂടാതെ എല്ലാ മാസവും പൗർണമി നാളിൽ ദീപാരാധനയ്ക്ക് ശേഷം ദേവി നടയിൽ പൗർണമി പൂജ നടത്തി വരുന്നു. കുടുംബ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തുന്നത്. ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. കർക്കിടക മാസം 1-ാം തീയതി തൊട്ട് എല്ലാ വർഷവും കൃത്യമായിട്ട് ഇവിടെ ഭാഗവത സപ്താഹയജ്ഞം നടന്നു വരാറുണ്ട്. പ്രതിഷ്ഠാ ദിനം മിഥുന മാസത്തിലെ ചോതി നാളിലാണ് ഇവിടെ ആചരിച്ചു വരുന്നത്. കൂടാതെ ഇടവത്തിൽ അശ്വതി നാളിൽ നമുക്ക് ഈ ക്ഷേത്രവും ഈ ഭൂപ്രദേശവും ഒക്കെ ഇഷ്ടദാനമായിട്ട് തന്ന പെരുമ്പാവൂരിലുള്ള ഇരിങ്ങോളിലുള്ള നാഗഞ്ചേരി മനയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ പൂജ നമ്മളിവിടെ പ്രത്യേകമായിട്ട് നടത്തി വരുന്നു എല്ലാ വർഷവും. വരാഹ ജയന്തി ഇവിടെ ആചരിക്കുന്ന ചൈത്രമാസത്തിലെ വെളുത്തവാവിന് ശേഷം വരുന്ന പഞ്ചമി നാളിലാണ് വരാഹ ജയന്തിയായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. കൊല്ലപ്പുഴ ദേവീ ക്ഷേത്രത്തിലേക്ക് മീനമാസത്തിൽ ഉത്രം നാളിൽ ഈ ക്ഷേത്രത്തിൽ നിന്നും ദേശത്തൂക്കം വഴിപാടായിട്ട് ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഇവിടുന്ന് നടത്തി വരുന്നുണ്ട്. മഹാവിഷ്ണുവായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിശേഷ ദിവസങ്ങളും ഇവിടെയും ആചരിച്ചു വരുന്നു. ഈ പറഞ്ഞ വിശേഷ ദിവസങ്ങളിൽ ഒക്കെ തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ ഭഗവാനെ കാണുന്നതിനും
അനുഗ്രഹം വാങ്ങിക്കുന്നതിനുമായിട്ട് എത്തിച്ചേരാറുണ്ട്. ക്ഷേത്രസന്നിധി പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം. ഈ ഉത്സവത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. 1965 ക്ഷേത്രം പണിത് ക്ഷേത്ര വിഗ്രഹത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് ഒരു ദേവപ്രശ്നം നടത്തിയ കാര്യവും ആ ദേവപ്രശ്നത്തെ തുടർന്ന് ക്ഷേത്ര കിണറിൽ നിന്നും ഒരു വരാഹ വിഗ്രഹം ലഭിച്ച ഒരു സംഭവകഥ നിങ്ങളോട് മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ. അന്ന് ആ വിഗ്രഹം കണ്ടെടുത്തത് മകരമാസത്തിലെ തിരുവോണ നാളിലാണ്. ആ തിരുവോണ നാളാണ് ഇവിടെ ഉത്സവമായി കൊണ്ടാടുന്നത്. ഉത്രാടം, തിരുവോണം എന്നീ 2 ദിനങ്ങളിൽ ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോലെ കൊടിയേറ്റവും ആറാട്ടവും ഒന്നും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നടത്താറില്ല. സാധാരണഗതിയിൽ മകരമാസത്തിലെ തിരുവോണ നാളിലും അതിൻ്റെ തലേദിവസവുമാണ് ഉത്സവം ആഘോഷിക്കാറുള്ളത്. വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടും കലശം, തന്ത്രിയുടെ മേൽനോട്ടത്തിലുള്ള കലശത്തോടു കൂടിയാണ് ഈ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് ഇവിടെ തൊട്ടടുത്ത് വേറൊരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്, ചന്ദ്രപ്പള്ളിയിൽ എന്ന് പറഞ്ഞ്. ആ ക്ഷേത്രത്തിൽ നിന്നുള്ളൊരു എഴുന്നള്ളത്ത്, പിന്നെ ആചാരാനുഷ്ഠാനങ്ങളോടുള്ള താളം മേളങ്ങൾ, പഞ്ചവാദ്യം, ഇത്തരത്തിൽ വളരെ കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലെ നാട്ടുകാരെല്ലാവരും ഇവിടെ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്ര സന്നിധിയിലെത്തും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രപഞ്ച സൃഷ്ടിയോടനുബന്ധിച്ച് ഓരോ കൽപ്പാന്ത കാലത്തിലും ജലത്തിൽ ആണ്ടുപോകുന്ന ഭൂമിയെ ഉദ്ധരിക്കുന്നതിനായും ഹിരണ്യാക്ഷൻ എന്ന അസുരനിൽ നിന്നും ഭൂമിദേവിയെ മോചിപ്പിക്കുന്നതിനുമായി അവതാരമെടുത്ത ശ്രീ വരാഹസ്വാമി ഈ ഭൂമിയുടെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനാണ്. പന്നൂർ ശ്രീ ബാലവരാഹസ്വാമിയുടെ ദർശനം എന്നത് ഓരോ ഭക്തൻ്റെയും മുജ്ജമ്മ സുഹൃതമാണ്. പന്നൂർ ശ്രീ ബാലവരാഹസ്വാമിയുടെയും മറ്റു ഉപദേവതാ ദേവന്മാരുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി